വിശദമായ വാർത്തകളിലേക്ക്. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികരെ പീഡിപ്പിച്ചു. സംഭവത്തിൽ നടത്തിപ്പുകാരൻ പിടിയിൽ. തെന്മല പുനർജനി അഭയകേന്ദ്രത്തിലാണ് സംഭവം. അഭയകേന്ദ്രം നടത്തിപ്പുകാരൻ ബ്രഹ്മദാസിനെ അറസ്റ്റ് ചെയ്തു. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികമാരെ പീഡിപ്പിച്ച നടത്തിപ്പുകാരൻ അറസ്റ്റിൽ. തെന്മല വെള്ളിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയകേന്ദ്ര നടത്തിപ്പുകാരനായ ബ്രഹ്മദാസൻ എന്ന 52-കാരനാണ് പിടിയിലായത്. ജീവിത സായാഹ്നത്തിൽ ആരോരുമില്ലാതെ ആലംബഹീനരായ വയോധികരോടാണ് ഇയാൾ മനുഷ്യമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത കാട്ടിയത്. ഇതിന്റെ നടത്തിപ്പുകാരനായ ഈ പുനർജനി എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി അവരെ നിരന്തരമായി ലൈംഗികമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം ഉൾപ്പെടെയുള്ളത് അവരെ വായിലൊഴിച്ചു കൊടുത്തിട്ടാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ തെമ്മൽ പോലീസിനെ അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ബാക്കിയുള്ള മൊഴികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയെ തന്നെ ഇതിൻ്റെ ബ്രഹ്മദാസ് എന്ന വ്യക്തി വളരെ ലൈംഗിക ചൂഷണത്തോടെ അവരെ കയറിപ്പിടിക്കുകയും അവരോട് മറ്റുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം മുൻ MLA പൊന്നൂർ XMLA മധുവിൻ്റെ പേരിലുള്ളതാണ്. പുള്ളിയുടെ കയ്യിൽ നിന്നും ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി വാടകയ്ക്കെടുത്തിട്ടാണ് ഈ സ്ഥാപനം മാസം 7500 രൂപ വാടകയ്ക്കാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഏകദേശം 13ഓളം അഭയാർത്ഥികളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഇവിടുത്തെ അന്തേവാസികളായ 2 വയോധികർ ഇയാളുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരോട് വിവരം പറയുകയായിരുന്നു. ഇതോടെയാണ് അഭയകേന്ദ്രത്തിലെ ക്രൂരതകൾ പുറംലോകം അറിഞ്ഞത്. രാത്രി വെളിയിൽ നിന്ന് വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ടോ? രാത്രി തുണികളെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ കാണാനുള്ള കാര്യം എല്ലാം കാലത്ത് എന്നെ അടുക്കി കൂടെ ചെയ്ത് പിന്നെയാണ് സാറ് വിട്ടത്. മദ്യം വരെ എന്നെ കുടിപ്പിക്കാൻ നോക്കും. ഞാൻ മദ്യം കുടിക്കത്തില്ല. എനിക്ക് ആരും ഇല്ലാത്ത ഞാനാണ്. ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് 4 പെണ്ണുങ്ങളെയാണ് അടിച്ചു വന്നു. എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഈ പെരിക്കകത്തിട്ട് അതോടെ ഞാൻ കണ്ടത്. പിന്നെയാണ് ഭാര്യ മരിച്ചത്. ഭാര്യ മരിച്ച പിന്നെ അങ്ങനെ മദ്യമായി ഞങ്ങൾ അയാൾക്ക് പെണ്ണാട്ടിയിരിക്കണം. അതുകൊണ്ട് ഞാൻ തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസ് എത്തി ബ്രഹ്മദാസനെ കസ്റ്റഡിയിലെടുത്തു. ബലമായി ഇയാൾ മദ്യം വായിലൊഴിച്ച് നൽകുമായിരുന്നുവെന്നും വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും അന്തേവാസികൾ പറയുന്നു. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ 13ഓളം അന്തേവാസികളെയാണ് ഇയാൾ ഇവിടെ പാർപ്പിച്ചിരുന്നത്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പുറമേ നിന്നെത്തുന്ന സന്ദർശകരെയോ അയൽവാസികളെയോ പോലും ഇതിനുള്ളിലേക്ക് കയറ്റാറില്ലെന്നും നാട്ടുകാരും പറയുന്നു. സമീപവാസികളായ 1-2 പേർ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തവർ നമ്മളോട് വളരെ ഭയത്തോടുകൂടി പ്രതികരിച്ചത് രാത്രി കാലങ്ങളിൽ നിരവധി വണ്ടികൾ വാഹനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, അനാശാസ്യ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം 2 കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത്. 12 പേരെ താമസിപ്പിക്കാൻ എടുത്തിരിക്കുന്ന ഒരു 650 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത ഒരു ഇടുങ്ങിയ 2 മുറികളിലാണ് ഈ 10-12 പേരെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ പാർപ്പിച്ചിരിക്കുന്നത്. 2 ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ നിയമം അനുസരിച്ച് ഈ ആരായിരുന്നാലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള താമസിപ്പിച്ചുകൂടാ. അതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് ആ പരിശോധന ഉണ്ടാകണം. ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ഇവിടുത്തെ അന്തേവാസികളെ ഉത്തരവാദിത്തപ്പെട്ട അനാഥരാണ്. അവർക്ക് പോകാൻ ഇടമില്ലാത്തവരാണ്. മറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോട്ട് മാറ്റുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും അധികൃതർ തയ്യാറാകണം. തീർത്തും അവശരായ 70ഉം 72ഉം വയസ്സുള്ള വയോധികമാരോടാണ് ബ്രഹ്മദാസൻ ഈ ക്രൂരത കാട്ടിയത്. അന്തേവാസികളോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമായിരുന്നു ഇയാൾ നടത്തിയതെന്നും സ്ത്രീകളുടെ കുളിമുറിയിലടക്കം ഇയാൾ CCTV ക്യാമറ വെച്ചിരുന്നതായും അന്തേവാസികൾ പറയുന്നു. എങ്ങനെ ഞാൻ കുളിക്കുന്നു അതുപോലെ അവൻ അത് വെച്ച് കണ്ടിട്ട് രാത്രി വന്ന് പറയും. മനസ്സിലായ ഇനി എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല. അത് കൊള്ള, ആ ശരീരം കൊള്ള. നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് മക്കളും ഉണ്ടായിട്ടില്ല, നിങ്ങൾ 10 ജീവിച്ചിട്ട് സത്യമാണ്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി ഇത്തരം നിരവധി അഭയകേന്ദ്രങ്ങളാണ് നാട്ടിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്നത്. 1-2 അന്തേവാസികളെ പാർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്തും ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തിയുമൊക്കെ പ്രവർത്തിക്കുന്ന ഇത്തരം അനധികൃത അഭയകേന്ദ്രങ്ങൾക്കെതിരെ
ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് 11 വയസ്സുകാരനെ പുനലൂരുള്ള മറ്റൊരു അഭയകേന്ദ്രത്തിൽ കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിനിടെയാണ് മനുഷ്യമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം മറ്റൊരു അഭയകേന്ദ്രത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.